നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങൾ തരണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. ആരെല്ലാണ്, അവരുടെ ഗുണാനുഭവങ്ങൾ എന്തെല്ലാം. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന കാലയളവുകളാണ് കൂടുതലായിട്ടും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആഗ്രഹത്തോടു കൂടിയും ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും പെട്ടെന്ന് തരണം ചെയ്യുകയും അതിലേറെ ബാധ്യതകൾ പിന്നെയും കൂടിക്കൊണ്ടേയിരിക്കുന്നൊരു സമയമാണ് ഈ ജീവിതം സാഹചര്യം എന്ന് പറയുമ്പോൾ. ചുറ്റുപാടുമുള്ളവരുടെയും ഈ ചെറിയ പ്രായത്തിൽ ഇത്രയെല്ലാം പ്രാരാബ്ധങ്ങളും ഒരുപാട് ബാധ്യതകളായിട്ടും സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ, എല്ലാവരുടെയും പോലെ തന്നെ ഒരു ജീവിതം സന്തോഷപ്രദമാണോ, അത്തരത്തിലൊന്നും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ ഇത്രയെല്ലാം പ്രാരാബ്ധങ്ങൾ തലയ്ക്ക് മേലിൽ കൊണ്ട് നടക്കുന്ന ആ സാഹചര്യത്താൽ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഇവരുടെ ജീവിതം നയിച്ചിരുന്നത്. എത്രയെല്ലാം മോഹങ്ങളും എത്രയെല്ലാം പ്രകാശത്തോടു കൂടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ ഒതുക്കി വെച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് ആ ഒരു കുടുംബസ്നേഹം എന്ന് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും ആണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്രയേറെ ബുദ്ധിമുട്ടിയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതം. വളരെ സങ്കടകരമായിട്ടാണ്, ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് ഓരോ ദിനങ്ങളും തള്ളി നീക്കിയിട്ടുള്ളത്. അത്രയേറെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് പറയാം. പൂരാടം, ഉത്രം, ചോതി, പൂരം, വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതമാണ് വളരെ വിഷമത്തോടു കൂടി ദിനങ്ങൾ തള്ളി നീക്കിയിട്ടുള്ളത്. എന്നാൽ ഇവർ ഒരു തരത്തിലും ഒരു സാഹചര്യത്തിലും ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഇവരുടെ മേൽ ആർക്കും സാധിക്കില്ല. അത്രയേറെ ശ്രേഷ്ഠമായിട്ട് അത്രയേറെ പ്രയത്നിച്ചിട്ട് അവർ വിജയം കണ്ടെത്തുകയും അവരുദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങൾ കൈകലാക്കുകയും ചെയ്യുന്നവരാണ്. എത്ര ബുദ്ധിമുട്ടിയാലും ഏത് സാഹചര്യങ്ങളിൽ നിന്നും എത്രയേറെ വളരെ അധ്വാനിച്ചാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ അവർ നേടിയെടുക്കും. കുടുംബത്തിന് വേണ്ടിയിട്ടായാലും കുടുംബാംഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ അത്രയേറെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്ത് തന്നെ ത്യാഗവും ചെയ്യുന്ന വ്യക്തികളാണ്. അതിലേറെ ജയം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സാക്ഷി, അവരുടെ ആ ഒരു ധൈര്യം, അവരുടെ ആ ഒരു മനോധൈര്യം, എല്ലാം വിജയിക്കണം, പരാജയം പാടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല, ഞാനാണ് ഇവരുടെ നയിക്കുന്നത്, ഞാനാണ് തളർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാവി എന്ത് എന്നുള്ള ചിന്തയോടുകൂടി പ്രയത്നിക്കുന്ന വ്യക്തികളാണ്. അതിനാൽ ഓരോ തരത്തിലായിട്ട് ഓരോ പ്രായം കഴിയുന്നതിനനുസരിച്ച് ഉയർന്നു വരുന്ന വ്യക്തികളാണ്. അത്രയേറെ മഹാത്മ്യമുള്ള വ്യക്തികളെ ചെറിയ പ്രായത്തിൽ ഇത്രയെല്ലാം ബുദ്ധിമുട്ടിയെങ്കിലും ഒരു പരിധി കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഓരോ ദിനങ്ങളായിട്ടാണ് വന്ന് ഭവിക്കുക. അത്രയേറെ ശ്രേഷ്ഠമാണ്. അതിലേറെ എന്ന് പറയുമ്പോൾ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടു കൂടിയിട്ടാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അത്രയേറെ മഹാത്മ്യത്തോടു കൂടിയിട്ട് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ടാണ് ഇവരുടെ ജീവിതം. അത്രയേറെ ശ്രേഷ്ഠമാണ്. ഏവർക്കും ഇവരുടെ ഒരു ബഹുമാനവും ഒരു വാത്സല്യവും ഒരു കരുണയും എല്ലാ തരത്തിലും അവരുടെ ഒരു സ്ഥാനമാനങ്ങൾ അങ്ങനെ വേണം, ഇവരെ പോലെ വേണം എന്നുള്ള ആ ഒരു ധാരണയോട് കൂടിയിട്ടുള്ള വ്യക്തികളെ അത്രയേറെ ശ്രേഷ്ഠത്തോടു കൂടിയിട്ടുള്ള വ്യക്തികളാണ്. എല്ലാം ശുഭം.